നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ബേപ്പൂർ, കോഴിക്കോട് അടക്കം പ്രധാനപ്പെട്ട ബീച്ചുകളും മാനാഞ്ചിറയും കേന്ദ്രീകരിച്ചായിരുന്നു കോഴിക്കോട്ടെ പുതുവർഷാഘോഷങ്ങൾ. കർശന നിയന്ത്രണങ്ങൾക്കിടയിലും ആടിയും പാടിയും പടക്കങ്ങൾ പൊട്ടിച്ചും കോഴിക്കോട്ടുകാർ പുതുവർഷത്തെ വരവേറ്റു. നഗരത്തിലുടനീളം ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് പോലീസ് ആഘോഷ പരിപാടികൾ സുഗമമാക്കിയത്. വൈകിട്ട് 3 മണി മുതൽ കോഴിക്കോട് ബീച്ചിലേക്ക് കാർ അടക്കമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. ബീച്ചിന് 1 കിലോമീറ്റർ അപ്പുറത്ത് വാഹനം നിർത്തേണ്ടി വന്നെങ്കിലും കാൽനടയായി 100 കണക്കിന് പേർ ബീച്ചിലെത്തി. 7 ACPമാരുടെ നേതൃത്വത്തിൽ 600 പോലീസ് ഉദ്യോഗസ്ഥരാണ് നഗരത്തിലെ സുരക്ഷാ ചുമതലയ്ക്കായി ഉണ്ടായിരുന്നത്. നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 12 മണിക്ക് ശേഷവും ബീച്ച് പരിസരവും പോലീസ് നിർബന്ധപൂർവ്വം ഒഴിപ്പിച്ചില്ല. ഏറെ വൈകിയും കോഴിക്കോട്ടുകാർ പുതുവർഷത്തെ വരവേൽക്കാൻ ഉണർന്നിരുന്നു. പുതുവത്സരാഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിൽ കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷത്തെ വരവേറ്റു. ആഘോഷവും ആരവങ്ങളുമായി പതിനായിരങ്ങളാണ് ഇത്തവണയും ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. പുതുവർഷത്തെ വരവേൽക്കാൻ ജനസാഗരം ഒഴുകിയെത്തിയതോടെ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ട് ആവേശക്കടലായി. രാത്രി 11:15 കൗണ്ട് ഡൗൺ തുടങ്ങി. എല്ലാവരുടെയും ശ്രദ്ധ 80 അടി ഉയരമുള്ള പടുകൂറ്റൻ പാപ്പാഞ്ഞിലേക്ക്. കൃത്യം 12 മണിക്ക് പാപ്പാഞ്ഞിക്ക് തീകൊളുത്തി. ഹർഷാരവങ്ങൾക്കൊപ്പം ഹാപ്പി ന്യൂ ഇയർ വിളികൾ മുഴങ്ങി. പടുവൃത്തനായ പാപ്പാഞ്ഞിക്കൊപ്പം 2023 വേദനകളെല്ലാം എരിഞ്ഞമർന്നു. കഴിഞ്ഞ വർഷത്തെ അപകട സാഹചര്യം കണക്കിലെടുത്ത് കടുത്ത നിയന്ത്രണത്തിലാണ് ഇത്തവണ ആഘോഷം നടന്നത്. ഫോർട്ട് കൊച്ചിയിൽ മാത്രം വിന്യസിച്ചത് 1000ഓളം പോലീസുകാരെയായിരുന്നു. വൈകിട്ട് 4 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഫോർട്ട് കൊച്ചിക്കൊപ്പം പുതുവൈപ്പിനിലും കൊച്ചി നഗരത്തിലും കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മറൈൻ ഡ്രൈവിലും പരിസരത്തും ഇലുമിനേറ്റഡ് ജോയ് സ്പ്രൈഡിംഗ് ഹാർമണി എന്ന പേരിൽ വർണ്ണ വിളക്കുകളോടെ വിസ്മയമൊരുക്കിയാണ് പുതുവർഷത്തെ സ്വീകരിച്ചത്.